ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് ഉണ്ടാക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് 2 പത്രോസിന്റെ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അങ്ങ് കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് അവർക്ക് ശീർഘനാശം വരുത്തും. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലമാക്കുപയോഗിച്ച് നിങ്ങളെ വാണിഭമാക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. ഇന്ന് അത് കിടക്കുകയാണ്, സത്യമാർഗം ദുഷിക്കപ്പെട്ട് കിടക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഈ കാലഘട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയെന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. അപ്പോസ്തലന്മാരെയാണ് കർത്താവ് 3.5 വർഷക്കാലം, പൗലോസ് ഒഴികെയുള്ള 11 പേരെയും 3.5 വർഷക്കാലം പഠിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് അവരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി പോയി നിങ്ങൾ കാത്തിരിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി വരുവോളം യെരുശലേമിൽ തന്നെ പാർക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെരുശലേമിലും യഹൂദിയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പൊ കർത്താവ് ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ശക്തി വേണം, ശക്തി വരുവോളം നിങ്ങൾ കാത്തിരിക്കണം. അവസാനമായി കർത്താവ് അവരോട് സ്തോത്രം പിതാവിന്റെ സന്നിധിയിൽ പോകാൻ പോകുന്ന സമയത്ത് അവരെ വിളിച്ച് മലയിലേക്ക് വരുത്തി അവിടെ വെച്ച് പറഞ്ഞു, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ്. അവിടെ ആ ശുശ്രൂഷ മുഴുവനും ഏൽപ്പിച്ചത് ആരെയാ? ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചത്. ആ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവര് പറയുന്ന അല്ലാതെ നമുക്കൊന്നും പറയാനൊക്കെയില്ല. അവർക്കാണ് അതിൻ്റെ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വിപരീതമായി പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നമുക്ക് വേറെ രീതിയിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അവർക്കാണ് അതിൻ്റെ ഓർഡർ കൊടുത്തിരിക്കുന്നത്. കൽപ്പന മുഴുവൻ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവും പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ പഠിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ആ കർത്താവ് പറഞ്ഞതും പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതാണ് സ്തോത്രം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ. അത് നമുക്ക് തള്ളിക്കളയാനൊക്കെയില്ല. ഗണ്യമാക്കാതെ പോയാൽ നാം തെറ്റി ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, നമുക്ക് മടങ്ങി വരാം. ഏതാണ്ട് 70 കൊല്ലത്തോളം യെരുശലേമിൽ ആത്മാവിന് സത്യത്തിലുള്ള ആരാധന ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമുള്ള കൂട്ടായ്മകളുണ്ടായി. അത് കുറച്ച് ഉപദേശത്തെ വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലത്ത് പേഗൺ മതത്തിന്റെ ആചാരങ്ങളെല്ലാം സഭയിലായി. അത് കഴിഞ്ഞ് ഒരു അവസരം വന്നപ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവീകരണം ഉണ്ടായി. ആ നവീകരണത്തിന് അതിനുമുമ്പ് മാർട്ടിൻ ലൂതറിന്റെ ഒരു സ്തോത്രം വിശ്വാസത്താലുള്ള നീതീകരണം ഉണ്ടായി. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ഒരു നവീകരണം ഉണ്ടായി. പരിശുദ്ധാത്മാവിന്റെ തീ ആളിക്കൊണ്ട് വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, മുൻപുള്ള പ്രായമുള്ള നല്ല സ്തോത്രം പാസ്റ്റർമാരും ദൈവദാസന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെള്ളക്കാരൻ്റെ പണം വന്ന് തീ കെടുത്തി കളഞ്ഞത്, പിന്നെ ഒന്നുമില്ല, പരിശുദ്ധാത്മാവുമില്ല. പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു എഴുതിയിരിക്കുന്നു, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ടു ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചു വന്നു. പ്രിയ സഹോദരന്മാരെ, ഒന്നുമില്ല. ഇന്ന് മതങ്ങളുടെ ആചാരങ്ങളാണ് നമ്മുടെ സ്തോത്രം കയറി വന്നിരിക്കുന്നത്. മതങ്ങളുടെ ആചാരം, പാട്ടു കുർബാന, പാട്ട് കച്ചേരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ മതങ്ങളിൽ നിന്ന് കയറി ഇറങ്ങി വന്നിരിക്കുക. നമ്മൾ അറിയുന്നില്ല. ഇന്നും കാണുന്ന പാസ്റ്റർമാരല്ല കുറ്റക്കാരെ. അതൊക്കെ ഉള്ളു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഭ കുത്തനെ ലോകത്തിലേക്ക് പോയി.
പക്ഷെ ഇത് എക്കാലം അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നും ഇത് അറിയിക്കുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങളും അറിയിക്കുന്നുണ്ട്. പക്ഷെ മടങ്ങി വരാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിൻ്റെ വരവിൻ്റെ സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. ഒരുമിച്ച് സന്തോഷിക്കാനുള്ള സമയമായി. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് മടങ്ങി വരാം, നമുക്കൊന്ന് മാനസാന്തരപ്പെടാം, നമുക്കൊന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോഴും അവരുടെ ഉള്ളിലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ സ്തോത്രം ആരവാരവർ ഉണ്ടാകുമ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്ന അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു. നമുക്കൊന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിക്കാം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജോസഫിന്റെ കിണറും സ്തോത്രം ദാവീദിന്റെ സ്തോത്രം ഹല്ലേലൂയ സിംഹാസനവും മറ്റും പറഞ്ഞ് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് നമുക്കിപ്പോൾ അതിന് സമയം കളയേണ്ട സമയമല്ല. അതിലേക്ക് നമ്മൾ പോയി ഒരു കഥ കേൾക്കും പോലെ നമ്മൾ കേട്ടിരിക്കേണ്ട കാലമല്ല. കൊഴുപ്പുള്ള രീതിയിൽ പറഞ്ഞിട്ട് ചിരിപ്പിക്കേണ്ട കാലമല്ല. ഇപ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ട കാലമാണ്. പ്രിയ സഹോദരന്മാരെ, ഒന്ന് ഓർക്കണം, ആബാല വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ആബാല വൃത്തം ജനം. സ്തോത്രം ഹല്ലേലൂയ. ആ സ്തോത്രം ന്യായവിധിയുടെ മുമ്പിൽ, സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. അതിനകത്ത് കിടന്നുള്ള വേദന എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആ വേദന ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അത് അവിടെ പോയി അനുഭവിക്കാതിരിക്കാൻ നമുക്കൊരു മാർഗമുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു വഴി തുറന്നു വെച്ചിരിക്കുന്നു. അതിൽ ഫിലദൽഫിയയോട് പറഞ്ഞതുപോലെ സ്തോത്രം, ആ വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. ആ വഴി നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു. നാം ഒന്ന് മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, നമുക്കൊന്ന് വിട്ടേച്ചു പോരുക. ഇല്ലാത്തതെല്ലാം ഒന്ന് വിട്ടുകളയാം, വേണ്ടാത്തത് നമുക്കൊന്ന് വിട്ടുകളയാം. സ്തോത്ര അപ്പോസ്തലനായ പൗലോസ് 1 തിമോത്തി 6-ാം അധ്യായത്തിൽ 3-ാം വാക്യം പറയുന്നു. 3-ാം വാക്യത്തിന് ഇങ്ങനെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും, അപ്പൊ പത്യം ഉണ്ട്, ആ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശം, ഇത് ഭക്തിക്കൊത്ത ഉപദേശമായി മാറണമെങ്കിൽ നമുക്കതിന് പത്യം കാക്കണം. ഇന്നൊരു ഡോക്ടർ മരുന്ന് കുറിക്കുമ്പോഴും ആ രോഗിയോട് പറയാറുണ്ട്, ഈ മരുന്ന് ഫലിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ വിടണം. പുകവലിയുണ്ടോ, സ്തോത്രം മദ്യപാനമുണ്ടോ, എരിവും പുളിയും കൂട്ടാറുണ്ടോ, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഇതേപോലെ നമുക്ക് ഭക്തിക്കൊത്ത ഉപദേശമായി മാറണമെങ്കിൽ ദൈവ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുക. വിശ്വാസത്തിൽ നിന്നുളവാകാത്തതെല്ലാം പാപമാണെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തതെല്ലാം പാപം. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തതെല്ലാം നമുക്ക് വിട്ടുകളയാം. ദൈവവചനത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, നമ്മൾ അനേകായിരങ്ങൾ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ ആ ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ചെയ്തു എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തോ, ഫോഷ്കാണോ നമ്മൾ പറയുന്നു? അപ്പൊ നമ്മൾ ചെയ്യാത്ത ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പറയുന്നു, പാട്ടിൽ കൂടിയാണെങ്കിലും പ്രാർത്ഥനയിൽ കൂടിയാണെങ്കിലും. പ്രിയ സഹോദരന്മാരെ, നമുക്കതൊന്ന് നിർത്തിക്കളയുന്നു. നമുക്കൊന്ന് സത്യം സംസാരിക്കാം. എന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് പ്രസാദമാണോ, ദൈവ ഇഷ്ടമാണോ, വചനത്തിനൊത്തവണ്ണമാണോ? കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നല്ലോ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്ന നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നമുക്കൊന്ന് വചനം നമ്മുടെ മുമ്പിൽ കണ്ണാടി പോലെ നോക്കിയിട്ട് നമുക്കൊന്ന് ശോധന ചെയ്യാം. ഈ വചനപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? പ്രിയ സഹോദര സഹോദരി, നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് ചോദിക്കാം, ഈ വചനപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് നമ്മുടെ കർത്താവാണ്, നമ്മുടെ രക്ഷകനാണ്. ആ യേശു പറഞ്ഞതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ആ യേശുവല്ലേ നമ്മളെ രക്ഷിക്കാനായി, സഭയെ രക്ഷിക്കാനായി വരുന്നത്? ആ യേശുവല്ലേ ഇനി അടുത്തതായി സ്തോത്രം ഹല്ലേലൂയ ന്യായം വിധിക്കായി വരുന്നത്? നമുക്കൊന്ന് ചിന്തിക്കാം. ആ കർത്താവ് പറഞ്ഞ് നമുക്കൊന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അനുസരിക്കാം. ആ കർത്താവിലെ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കണ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളും ചുറ്റിലായിക്കൊള്ളുവിൻ. ഞാനോ ലോകസ്ഥാനത്തുള്ള എല്ലാ നാളും ഉണ്ട്. ഇന്ന് എന്തുകൊണ്ട് കർത്താവ് വെളിയിലായി? അത് ചെയ്യാത്തത് കൊണ്ട്, അങ്ങനെ അനുസരിക്കാത്തത് കൊണ്ട്, കർത്താവിനെ അനുസരിക്കാതെ സ്വന്തം ദർശനത്തിൽ പ്രവേശിച്ചത് കൊണ്ട്. ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, സ്വന്തം ദർശനത്തിൽ പ്രവേശിക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവൻ നിന്നല്ലോ
ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കും. സ്തോത്രം. നമുക്ക് ആ തലയെ ഒന്ന് മുറുകെ പിടിക്കാം. ആ തലയെ മുറുകെ പിടിക്കാനായിട്ട് നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മൾ തല വിട്ട് നമ്മുടെ സ്വന്തം ദർശനത്തിലല്ലേ പോയിരിക്കുന്നത്. എനിക്ക് കിട്ടി, എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു, എന്നോട് ദൈവം പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ പോയത്. നമ്മൾ ആരെങ്കിലും വചനത്തിൽ നോക്കിയോ? ഈ വചനത്തിലില്ലാത്ത ഒരു കാര്യം സർവശക്തനായ പിതാവും പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും പറയത്തില്ല. ഇത് നമ്മളോട് പറയാനുള്ള മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കൽപ്പനയായി തന്നു. ഇനി അതിൻ്റെ അപ്പുറം കയറി ഒന്നും പറയേല. അത് പറഞ്ഞെന്ന് നമുക്ക് തോന്നിയാൽ അത് സാക്ഷാൽ ക്രിസ്തുവിൻ്റെ ആത്മാവാകില്ല. പ്രിയ സൗഹൃദന്മാരെ, അത് നാം ഒന്ന് മനസ്സിലാക്കണം. ഈ പുതിയ നിയമസഭയ്ക്ക് ഇവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ളതിനെ എല്ലാം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇത് അനുസരിച്ചാൽ മതി. ഈ പുതിയ നിയമ വ്യവസ്ഥകൾ അനുസരിച്ചാൽ മതി. കർത്താവ് സ്തോത്രം ഹല്ലേലൂയ പാനപാത്രം എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴും പറയുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊരിയുവാനിരിക്കുന്ന ഈ എൻ്റെ രക്തം. ഇത് പുതിയ നിയമത്തിനായി ചൊരിയുവാനിരിക്കുന്ന ഈ എൻ്റെ രക്തം പുതിയ നിയമത്തിന് വേണ്ടിയാണ് രക്തം ചൊരിഞ്ഞതെന്നാണ് പറയുന്നത്. പ്രിയ സഹോദരന്മാരെ, നമുക്ക് അതിനെ കളയരുത്. അതിനെ തള്ളിക്കളഞ്ഞാൽ, കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മൾ തള്ളിപ്പറഞ്ഞാൽ, മനുഷ്യപുത്രനെ ചവിട്ടിക്കളയുന്നവരും അവനൊഴുക്കിയ നിയമരക്തത്തെ മലിനമെന്ന് പറയുന്നവരും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറെ ശിക്ഷയ്ക്ക് പാത്രമാകുന്നതാണ്. പ്രിയ സഹോദരന്മാരെ, അതുകൊണ്ട് നമുക്ക് ഒന്ന് മാനസാന്തരപ്പെടാം, തെറ്റുപറ്റാം. ദൈവത്തിനറിയാം, ക്രിസ്തുവിനറിയാം. നമുക്ക് നമ്മൾ മനുഷ്യരാണ്. ഈ ജഡത്തിൽ ജീവിക്കുന്നത് ഒക്കെ മരിക്കുന്നത് വരെയും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. പക്ഷേ അതിന് സ്തോത്രം എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാവും. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ അവനെ എന്ത് ചെയ്യുന്നു? അസത്യവാദിയാക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. എന്നാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനും നീതിമാനുമാവും. പ്രിയ സഹോദര സഹോദരി, നമുക്കൊന്ന് മാനസാന്തരപ്പെടാൻ മടങ്ങി വരാം. അയ്യോ, അനേക പാപങ്ങളുണ്ട്. ഓരോ ദിവസവും ഏറ്റു പറയാൻ സാധിച്ചിട്ടില്ല കർത്താവേ. സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് നമുക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും പറയാതെ കൂട്ടി വെച്ചിരിക്കുകയാണ്. കർത്താവേ ക്ഷമിക്കണം, നമുക്ക് ഏറ്റു പറയാം. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് നമുക്ക് ഇരിക്കാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നമുക്ക് സ്തോത്രം രക്ഷയില്ല. പരിശുദ്ധാത്മാവാണ് ആ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം, ആ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരു വ്യക്തിക്കും ഇന്ന് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. കർത്താവാണ് നമുക്ക് തന്നിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം 15-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടത്. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഒന്നോർത്തോ, നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ തന്നെ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എന്നാൽ എൻ്റെ സന്തോഷം നിങ്ങളിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് പറയുന്നു. പൂർണ്ണമാകുന്ന എവിടെ ചെല്ലുമ്പോഴാണ്? സ്വർഗത്തിലെത്തുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് സ്വതന്ത്രം ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മടങ്ങി വരാം, നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. സ്വതന്ത്രം കൊരിന്ത്യലേഖനം 14-ാം അധ്യായത്തിൽ പറഞ്ഞു, സർപ്പം എന്താണ് ഇത്? ഔവായെ ചതിച്ചതുപോലെ സർപ്പം ഉപായത്താൽ ഔവായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് എങ്ങനെയെന്ന്, നിങ്ങളുടെ മനസ്സും ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമുക്ക് എന്താണ് നമ്മളിപ്പോ എവിടെയായിരിക്കുന്നു? നമുക്കൊന്ന് മനസ്സിലാക്കാം. ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ
നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നുവെങ്കിൽ, ഒരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്ന ആശ്ചര്യം. എങ്ങനെ നമ്മൾ സ്വതः ഇത് മനസ്സിലാക്കും? നാം വായിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നു. നാം വായിക്കുകയും ഗ്രഹിക്കുകയും അനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇത് മനസ്സിലാകത്തുള്ളൂ. വേറൊരു ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. ഇന്നത്തെ പ്രസംഗം മുഴുവനും നോക്കിയാൽ ഏതാണ്ടൊക്കെ ശരി തന്നെയാണ്. സ്തോത്രം. ഇന്ന് ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലമാക്കണം പറയുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ കർത്താവ് പറഞ്ഞത് ഒത്തിരിക്കുകയാണ്. കർത്താവ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് യേശു പറഞ്ഞു. എങ്കിലും നിങ്ങൾക്ക് പണം, ഞാൻ നിങ്ങളുടെ കഷ്ടതയെല്ലാം മാറ്റി പണം തരാമെന്ന് കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടാനാണ് കർത്താവ് പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടും. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പണം ഉണ്ടാക്കി തരാമെന്ന് കർത്താവ് പറഞ്ഞില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസം എല്ലാം തീരത്തൊക്കെ വണ്ണം ഞാൻ പണം തരാമെന്ന് കർത്താവ് പറഞ്ഞില്ല. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾക്കും വലിയ കഷ്ടത ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, ഉറക്കിളപ്പുണ്ട്, പലവട്ടം പട്ടിണിയുണ്ട്, പൈതാഹമുണ്ട്. അവർ പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിലേക്ക് അവസാനം വരുമ്പോൾ നമുക്കവിടെ കാണാം അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്താണ് ഉണ്ടായിരുന്നത്? ഒരു പുതപ്പും കുറച്ച് ചർമ്മലിഖിതങ്ങളും ഉണ്ടായിരുന്നു. നീക്കി ബാക്കി കോടിക്കണക്കിന് രൂപ ഉണ്ടായില്ല.